രാവിലെ ചായ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ച് ഞാൻ ഇച്ചിരി ഒന്ന് തവിയും കൊണ്ട് ഇങ്ങനെ കോരി കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ തേയിലയൊക്കെ ഒന്ന് വെന്ത് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുറച്ച് ദോശയുടെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ഇരിപ്പുണ്ട്. ദോശ വേണമെങ്കിൽ ദോശയും സാമ്പാറും വേണ്ടിയവർക്ക് ദോശയും സാമ്പാറും, കുറച്ച് പാവുഭാജിയുടെ മസാല ഇരിപ്പുണ്ട്. പാവുഭാജി വേണമെങ്കിൽ അതുമുണ്ട്. അപ്പോൾ ചായയൊക്കെ തിളച്ച് ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മേത്തിയുടെ ഉലുവായില കൊണ്ടുവന്നായിരുന്നു. അത് ഞാനൊന്ന് കഴുകാനായിട്ടൊന്ന് ബക്കറ്റ് ഇങ്ങനെ ബേസിനിൽ ഇട്ടിട്ടുണ്ട്. അത് മണ്ണോട് കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ആ തണ്ടുവശം എല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് നന്നായി ആ വേണ്ടിയ ഭാഗം എടുത്തിട്ട് ഇത് കുറേ കഴുകണം നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മണ്ണ് ആ ഇലയിലൊക്കെ കാണും. അപ്പം ഇത് കഴിക്കാൻ നല്ല, ശരീരത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ക്ലീനിങ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഉലച്ച് കഴുകിയെടുത്തു. എൻ്റെ ചായ അവിടെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. തണുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി ചൂട് വേണ്ട, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കുള്ള പാലൂടെ എടുത്ത് കൊടുത്ത് അവർക്ക് കുടിക്കാനായിട്ട്. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. അതിനായിട്ട് സവാളയും ഇതെല്ലാം അരിഞ്ഞത് വെണ്ടയ്ക്ക ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് ഉപ്പും ചേർത്തിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ചപ്പാത്തിക്ക് കൊച്ചിന് ഭയങ്കര ഇഷ്ടം, ഇളയാക്ക്. അതുകൊണ്ട് അവന് വേണ്ടിയാണ് ഞാൻ മെയിൻ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഉലുവ ഇല ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇച്ചിരി ചെറിയൊരു ഊറ കയ്പുണ്ട്. അപ്പോൾ ആ കയ്പ് മാറാനായിട്ട് നന്നായിട്ട് ഇതിൽ സവാളയും തേങ്ങയും ചേർത്താൽ മതി. അപ്പോൾ ആ കയ്പ് നമുക്ക് മനസ്സിലാവത്തില്ല. ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പം നല്ല ഒരു 2-3 സവാളയും നല്ലൊരു മുറി തേങ്ങയൊക്കെ എടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ ഉലുവായില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിത് ഇളക്കുന്നില്ല. ഇത് ഇത്രയും ഇങ്ങനെ അമിങ്ങിയിരിക്കും, നമ്മുടെ ചീര പോലെ ഇതങ്ങ് അവിയും. അപ്പം ഞാനിതൊന്ന് അവിച്ചിരി ഒന്ന് ചൂടായപ്പോൾ ഇതൊന്ന് അവിഞ്ഞ് അന്നേരം ഞാനിതൊന്ന് ഇളക്കിയത്. ആ സ്പൂണിൻ്റെ മൂടും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു. അത് ഇതൊന്ന് വെട്ടി ഇന്ന് വെക്കാമെന്ന് വെച്ച്, സമയം കിട്ടുമ്പോൾ ഇത് വെട്ടാൻ ഒത്തിരി സമയം എടുക്കുമല്ലേ. അങ്ങനെ ഞാനതൊന്ന് വെട്ടി കുറച്ച് ഒന്ന് എടുത്തിട്ട് ഇന്ന് ഉണ്ടാക്കുന്നില്ല, വെട്ടിയെടുക്കാമെന്ന് വെച്ച്. ഇന്നങ്ങ് സമയം ഇച്ചിരി ഉള്ളപ്പം വെട്ടി വെച്ചാൽ പിന്നെ നാളെ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലേ. അപ്പോൾ തോരനൊക്കെ നമ്മുടെ റെഡിയായി. പിന്നെ കറി വെക്കാനായിട്ട് ഒരു മത്തങ്ങയും ഇച്ചിരി പയറൂടെ ഇട്ടൊന്ന് കുക്കറിൽ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി ഒന്ന് തവിയും കൊണ്ട് ഉടച്ച് പിന്നെ അരപ്പതിൽ ചേർത്ത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ അരപ്പിനായിട്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതിൽ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഈ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചേർത്താൽ നല്ലതായിരിക്കുമേ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.